കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിയാണ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വളരെ ആക്ഷേപകരമായ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയുക, അല്ലെങ്കിൽ കേരളത്തിന് എത്രത്തോളം കേരളത്തിന്റെ ദുഃഖം ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ ഒരു നടുക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിന് പകരം അവിടെയും ഒരു അവസരം കിട്ടിയപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശിക്കാനുള്ള ഒരു സ്ഥലമായി അത് കാണുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം സഭയിൽ നടത്തിയിട്ടുള്ള പരാമർശം. അദ്ദേഹം ഈ ഒരു വേളയിൽ പറഞ്ഞത് 2018 പ്രളയത്തിൽ കേരളത്തിന് അനുവദിച്ച അരിക്ക് പോലും പണം വാങ്ങിയവരാണ് മോദി സർക്കാർ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത്. 2018 കേരളത്തിൽ ഉണ്ടായത് നൂറ്റാണ്ടിലെ വലിയ ദുരന്തമാണെന്നും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തീരുമാനം കേരളത്തിന് മേൽ കൈക്കൊണ്ടത്. വയനാട് അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിൽ 3782 ഉരുൾപൊട്ടലുകൾ രാജ്യത്തുണ്ടായി. അതിൽ കേരളത്തിൽ മാത്രം ഉണ്ടായത് 2239 ഉരുൾപൊട്ടലുകളാണ്. 2018 പ്രളയത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹായത്തിന് പണം ആവശ്യപ്പെട്ടു. ഇത്തവണ അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുതെന്ന് തുടങ്ങി ഈ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ഒരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഏതായാലും കേന്ദ്രത്തിന് കൃത്യമായി പ്രവചനങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് എന്ന് അമിത്ഷാ ഇതിന് മറുപടിയായി രാജ്യസഭയിൽ പറയുകയും ചെയ്തു. കൃത്യമായ മറുപടിയാണ് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ നൽകിയിട്ടുള്ളത്. അദ്ദേഹം സഭയിൽ പറഞ്ഞ വാക്കുകൾ പ്രകാരമാണ് കേരളത്തിന് 7 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വ്യക്തമാക്കിയത്. കേരളത്തെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയ ഒഡീഷയും ഗുജറാത്തും അത് ഫലപ്രദമായി വിനിയോഗിച്ചതിനാൽ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അമിത്ഷാ രാജ്യസഭയിൽ അറിയിച്ചു. കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 23 പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. ഒരാഴ്ച മുൻപ് NDRF സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇത് രാഷ്ട്രീയ വാഗ്ദാനത്തിനുള്ള സമയമല്ലെന്നും ആമുഖത്തോടു കൂടിയാണ് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഉരുൾപൊട്ടൽ സംബന്ധിച്ച കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പിച്ചു തന്നെ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. 2 തവണയാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത്. ഈ മാസം 23 മുന്നറിയിപ്പ് നൽകി. ജൂലൈ 23 9 NDRF സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു. സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണം. ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല? കേരള സർക്കാർ എന്ത് ചെയ്തുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചു. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു. ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ടാകും. രാഷ്ട്രീയ ഭിന്നത മറന്ന് കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നുവെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അമിത്ഷാ പറഞ്ഞതനുസരിച്ച് കൃത്യമായ മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നൽകിയിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അത് കൃത്യമായി ഉപയോഗിച്ചു. എന്നാൽ കേരളം എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും കേന്ദ്രം ഇപ്പോൾ നിലവിൽ എല്ലാ സഹായങ്ങളും കേന്ദ്രസേനയടക്കം ഇപ്പോൾ അവിടെ സ്ഥലത്തുണ്ട്. അവരാണിപ്പോൾ പാലം നിർമ്മാണം അടക്കം വലിയ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ വിധത്തിലുള്ള സഹായവുമാണ് ഇപ്പോൾ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞ പോലെ ഇതൊരു രാഷ്ട്രീയ വാക്ക് തർക്കത്തിലുള്ള സമയമല്ല. കേന്ദ്രം ഒപ്പമുണ്ടാവുമെന്നും അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്.